ഭയപ്പെട്ട നോമ്പിൽ നമുക്കഭയം ഭാവി ചീശനു പ്രീതിയണ ചീട ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ 17:21 ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. നോമ്പ് എന്നതിന് ഉപവാസം, വ്രതം, ആഹാരം ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നോമ്പ് എന്നത് കേവലം ഒരു പാഠ്യ വിഷയമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്താണ് നോമ്പ്? നോമ്പ് എന്തിനു നോക്കണം? എങ്ങനെ നോക്കണം? എപ്പോൾ നോക്കണം? നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? നോമ്പ് നോക്കാതെ ഇരുന്നാലുള്ള ദോഷങ്ങൾ എന്തെല്ലാം? ജഡമോഹങ്ങളെ കീഴടക്കി ആത്മാവിനെ ബലപ്പെടുത്തി ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച് സാത്താനെ തോൽപ്പിക്കാനുള്ള ഒരായുധമാണ് നോമ്പ്. ദൈവം ആദാമിന് കൊടുത്ത കൽപ്പനയാണ് നോമ്പ്. അത് യഹൂദ സഭ ആചരിച്ചു വരുന്നതും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുമാവുന്നു. നോമ്പിന്റെ 2 ചിറകുകളാണ് പ്രാർത്ഥനയും ഉപവാസവും. എന്നാൽ നമ്മുടെ സഭാമക്കൾ വിശുദ്ധ നോമ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആചരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ സഭ കൽപ്പിച്ചിരിക്കുന്ന കാനോനിക നോമ്പുകൾ 5 എണ്ണമാണ്. 3 നോമ്പ് അഥവാ നിനവേ നോമ്പ്, 50 നോമ്പ് അഥവാ വലിയ നോമ്പ്, 13 നോമ്പ് അഥവാ സ്ലീഹ നോമ്പ്, 15 നോമ്പ് അഥവാ ശൂനോയോ നോമ്പ്, 25 നോമ്പ് അഥവാ എൽദോ നോമ്പ് എന്നിവയാണ്. ഇതുകൂടാതെ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു. എന്നാൽ ഞായറാഴ്ചയും മാറാനായ പെരുന്നാളും നോമ്പ് ദിനങ്ങളല്ല എന്നും സഭ ഓർമ്മിപ്പിക്കുന്നു. നോമ്പുകാലത്ത് മത്സ്യമാംസാദികൾ വെടിഞ്ഞ് സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. കഴിയുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക. എല്ലാ നോമ്പുകളും അവസാനിക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവത്തോടു കൂടിയായിരിക്കണം. യോശുവയുടെ പുസ്തകം 3:5 ഓർമ്മിപ്പിക്കുന്നു: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. വിശുദ്ധ മത്തായി ശ്ലീഹ 6:17-18 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു: നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ചു മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പുറപ്പാട് പുസ്തകം 34:28 കാണുന്നു: മോശെ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. ഏലിയാവും ഇയ്യോബും നോമ്പ് നോറ്റവരായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ നോമ്പുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. പരിശുദ്ധനായ പരിമള തിരുമേനിക്കും വട്ടശ്ശേരി തിരുമേനിക്ക് ശക്തി പകർന്നത് അവരുടെ മുടങ്ങാതെയുള്ള നോമ്പനുഷ്ഠാനങ്ങളും ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. മാർ ബെർസൗമ പിതാവ് തീക്ഷ്ണമായ നോമ്പ് നോറ്റതിനാൽ അദ്ദേഹത്തെ നോമ്പിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തീക്ഷ്ണമായ നോമ്പ് നോറ്റവർ ചരിത്രത്തിൽ മറ്റാരുമില്ല തന്നെ. ജോലിത്തിരക്കിനിടയിൽ നോമ്പ് അനുഷ്ഠിക്കാനോ ഉപവാസത്തിനോ പ്രാർത്ഥനയ്ക്കോ സമയം കിട്ടാറില്ല എന്ന് ചിലർ പരിഭവിക്കാറുണ്ട്. എന്നാൽ ടിവിയുടെ മുന്നിൽ ഇരിക്കാനും
മൊബൈൽ ഫോണിൽ സംസാരിക്കാനും ഇഷ്ടം പോലെ സമയം കണ്ടെത്താറുണ്ട്. വിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലാറുള്ളതുപോലെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാൽ അടിയാരെ കാക്കുക. നോമ്പുകാലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ശാന്തമായി ചിന്തിക്കുക. ഉണരുക, പ്രവർത്തിക്കുക, വിശന്നു വരുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം, കീറി മുഷിഞ്ഞ വസ്ത്രവുമായി വരുന്നവർക്ക് പഴയ നല്ല വസ്ത്രങ്ങൾ നൽകാം, രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും സന്ദർശിക്കാം, സഹായിക്കാം, സർവോപരി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് പോലെ എല്ലാ പ്രധാന നോമ്പുകൾക്കും പ്രാധാന്യം നൽകി അതനുസരിച്ച് ജീവിച്ച് നാം എല്ലാം വീട്ടിലും നാട്ടിലും ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിന് ഒരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.